1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഉയർന്നുവരുന്ന ഒരു രാഷ്ട്രീയ നേതാവും മതപണ്ഡിതനുമായ അലി ഖമനേയി ടെഹ്റാനിലെ അബുസർ മസ്ജിദിലെത്തി. അവിടെ എത്തിയതിനു ശേഷം ഒരു പത്രപ്രവർത്തകനായി നടിച്ചിരുന്ന ഒരു കൊലയാളി ഖമേനിയുടെ മുന്നിൽ ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഉപകരണം പൊട്ടിത്തെറിച്ചു. ഈ സ്ഫോടനത്തിൽ ഖമേനേയിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തുടരുന്ന സ്ഥിരമായ പരുക്കുകളുണ്ടായി. മരണത്തിൻ്റെ വക്കിലെത്തിയ ഈ അനുഭവം ഉണ്ടായിട്ടും പിന്നീട് ഖമേനി ഇറാൻ്റെ സുപ്രീം ലീഡറായി മാറി. പക്ഷേ ഖമേനിയെ കൊല്ലാൻ ശ്രമിച്ചത് ആരായിരുന്നു? ഈ വധശ്രമം 1989 മുതൽ ഇറാനെ നയിച്ച ആ മനുഷ്യൻ്റെ ചിന്താഗതിയെ എങ്ങനെ രൂപപ്പെടുത്തിയിരുന്നു? ഇതാണ് ഇറാൻ്റെ രണ്ടാമത്തെ സുപ്രീം ലീഡറായ അലി ഖമേനിയുടെ കഥ. ചരിത്രത്തിൽ ആയത്തുള്ള അലി ഖമനേയി എന്നറിയപ്പെടുന്ന വ്യക്തി 1939 ജൂലൈ 17 ഇറാന്റെ വടക്കുകിഴക്കൻ ഭാഗമായ ഖൊറാസാൻ പ്രവിശ്യയിലെ മഷ്ഹദ് നഗരത്തിൽ ജനിച്ചു. അന്ന് ഇറാൻ ഇന്നുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. അത് ഇമ്പീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന രാജതന്ത്രമായിരുന്നു. ഖമനേയിയുടെ ജനനത്തീയതിയെക്കുറിച്ച് ചില വിവാദങ്ങളുമുണ്ട്. ചില രേഖകൾ പ്രകാരം അദ്ദേഹം 1939 ഏപ്രിൽ 19 ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജാവേദ് ഖമനേയി ആയിരുന്നു. അദ്ദേഹം ഒരു ഷിയ മതപണ്ഡിതനായിരുന്നു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലെ ഖമനേ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. കുടുംബം ഈ ഗ്രാമത്തിൻ്റെ പേരിലാണ് ഖമനേയി എന്ന പേര് സ്വീകരിച്ചത്. ജവാദ് ഇറാനിയൻ അസേരി വംശജനായിരുന്നു. അതുകൊണ്ട് അലി ഖമനേയിയും അസേരി വംശജനാണ്. ഇറാനിൽ പേർഷ്യൻ ജനവിഭാഗത്തിന് ശേഷം ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് അസേരികൾ. അവർ കൂടുതലായി രാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താമസിക്കുന്നു. ജവാദ് ഖമനേയി ഇറാഖിലെ നജഫ് നഗരത്തിൽ ഷിയ മതപഠനം നടത്തി. നജഫ് നഗരം ഇമാം അലി മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഷിയ ഇസ്ലാമിൽ ഇത് ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ്. പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ജവാദ് മഷ്ഹദ് നഗരത്തിലേക്ക് കുടിയേറി. ഷിയ ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധ നഗരങ്ങളിലൊന്നാണ് മഷ്ഹദ്. അവിടെ അദ്ദേഹം ഖദീജെ മിർദാമതി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു. ആകെ അദ്ദേഹത്തിന് 8 മക്കൾ ഉണ്ടായിരുന്നു. അലി ഖമനേയിയുടെ സഹോദരങ്ങളിൽ ചിലർ ഇറാനിയൻ സമൂഹത്തിൽ പ്രധാന സ്ഥാനങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ അവർ ഖമനേയിയുമായി അഭിപ്രായ ഭിന്നതയിൽ പെട്ടിട്ടുമുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാദി ഖമനേയി 2000 മുതൽ 2004 വരെ ഇറാന്റെ പാർലമെന്റായ മജ്ലിസിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം അസോസിയേഷൻ ഓഫ് കോംബാറ്റന്റ് ക്ലറിക്സ് എന്ന പരിഷ്കരണ ചിന്തയുള്ള മതസംഘടനയുടെ അംഗവുമായിരുന്നു. ഈ സംഘടന സുപ്രീം ലീഡറുടെ അധികാരം കുറയ്ക്കണം എന്നും മതപണ്ഡിതന്മാരുടെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കണം എന്നും വാദിച്ചു. അലി ഖമനേയിയുടെ വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ തന്നെ മഷ്ഹദിൽ ആരംഭിച്ചു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. ജാവേദ് ഖമനേയി പിന്നീട് മുജാഹിദ് എന്ന പദവിയിലേക്ക് ഉയർന്നു. മുജാഹിദ് എന്നത് സ്വയം മതനിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഉയർന്ന മതപണ്ഡിതനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ജാവേദ് ചില സമയങ്ങളിൽ ഇറാഖിലെ നജഫിലേക്ക് മടങ്ങിപ്പോവാറുണ്ടായിരുന്നു. ഖമനേയിയുടെ കുടുംബം മഷ്ഹദിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചു. അവർ സമ്പന്നരായിരുന്നില്ല. എങ്കിലും ജാവേദ് ഖമനേയിയുടെ മതപണ്ഡിത സ്ഥാനം കാരണം സമൂഹത്തിൽ വലിയ ബഹുമാനമുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുകയും ചെയ്തു. ഖമനേയിയുടെ അമ്മയും നല്ല വിദ്യാഭ്യാസമുള്ളവളായിരുന്നു. അവൾ അദ്ദേഹത്തെ പേർഷ്യൻ ചരിത്രം, കലാ, സാഹിത്യം എന്നിവ പഠിപ്പിക്കുകയും ചെയ്തു. ഖമനേയി പിന്നീട് പറഞ്ഞതനുസരിച്ച് അവരുടെ കുടുംബം ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്നുവെന്നും അവർ പ്രധാനമായും അപ്പം, ഈന്തപ്പഴം, മുന്തിരിപ്പഴം എന്നിവ കഴിച്ചാണ് ജീവിച്ചിരുന്നതെന്നും പറയുന്നു. അത് ചിലപ്പോൾ അതിശയോക്തിയായിരിക്കാമെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. എങ്കിലും അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു എന്നത് സത്യമാണ്. ഖമനേയിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ സംഭവങ്ങൾ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചിരുന്നു. ചരിത്രത്തിൽ പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇറാൻ 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ശക്തികൾ കോളനിയാക്കിയിട്ടില്ലാത്ത ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ആഫ്രിക്കയിലെ എത്യോപ്യയും ലൈബീരിയയും ഏഷ്യയിലെ ജപ്പാൻ, ചൈന, സിയാം എന്നിവയോടൊപ്പം ഇറാനും സ്വതന്ത്രമായി നിലനിന്നിരുന്നു. പേർഷ്യയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാമ്രാജ്യത്വ ചരിത്രം ഉണ്ടായിരുന്നു. 16 മുതൽ 18ാം നൂറ്റാണ്ട് വരെ സഫാവിദ് വംശം ഭരണത്തിലിരുന്നപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം പ്രദേശത്തെ പ്രധാന ശക്തിയായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും ഇറാനിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. ഇത് ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെടുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ മത്സരത്തിൻ്റെ ഭാഗമായിരുന്നു. റഷ്യ തെക്കോട്ട് വ്യാപിക്കാനായിരുന്നു ശ്രമിച്ചത്. ബ്രിട്ടൻ ഇന്ത്യയിലെ തൻ്റെ ഭരണത്തെ സംരക്ഷിക്കാനായിരുന്നു ശ്രമിച്ചത്. ഇതിനിടയിൽ ഇറാൻ പലപ്പോഴും ഈ രണ്ട് ശക്തികളുടെയും സമ്മർദ്ദത്തിന് കീഴിലായി.
ഇന്നത്തെ ഇറാനെ ഖാജാർ വംശം ഭരിച്ചിരുന്നു. എന്നാൽ അവരുടെ ഭരണകൂടം വളരെ ദുർബലമായിരുന്നു. വിദേശ ശക്തികൾക്ക് അനുകൂലമായ നിരവധി കരാറുകൾ അവർ ഒപ്പുവെച്ചു. ഇത് ഇറാനിയൻ ജനങ്ങളിൽ വലിയ അസന്തോഷം സൃഷ്ടിച്ചു. 1906 ഇറാനിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടായി. ജനങ്ങളും മതപണ്ഡിതരും ചേർന്ന് ഭരണഘടനാ വിപ്ലവം ആരംഭിച്ചു. ഈ പ്രക്ഷോഭത്തിന് ഫലമായി ഇറാനിൽ ഒരു പാർലമെൻറ്റ് അഥവാ മജ്ലിസ് രൂപീകരിക്കപ്പെട്ടു. രാജാവിൻ്റെ അധികാരം നിയന്ത്രിക്കാൻ ഒരു ഭരണഘടനയും രൂപപ്പെടുത്തിയിരുന്നു. 1921 റസാ ഖാൻ എന്ന സൈനിക ഉദ്യോഗസ്ഥൻ അധികാരം പിടിച്ചെടുത്തു. 1925 അദ്ദേഹം റസാ ഷാ പഹ്ലവി എന്ന പേരിൽ രാജാവായി. അദ്ദേഹം ഇറാനെ ആധുനികമാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി. റോഡുകൾ, റെയിൽവേ, വിദ്യാഭ്യാസം, വ്യവസായം എന്നിവ വികസിപ്പിച്ചു. എന്നാൽ അതിനോടൊപ്പം തന്നെ അദ്ദേഹം കഠിനമായ ഏകാധിപത്യ ഭരണവും സ്ഥാപിച്ചു. റസാ ഷായുടെ പരിഷ്കാരങ്ങൾ പല മതപണ്ഡിതർക്കും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പാശ്ചാത്യ രീതികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കുന്നത് അദ്ദേഹം നിരോധിച്ചു. പാശ്ചാത്യ വസ്ത്രധാരണം പ്രോത്സാഹിപ്പിച്ചു. മതസ്ഥാപനങ്ങളുടെ സ്വാധീനം കുറച്ചു. ഇത് മതപണ്ഡിതർക്കും പരമ്പരാഗത സമൂഹത്തിനും അസ്വസ്ഥത സൃഷ്ടിച്ചു. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ഇറാൻ അധിനിവേശം ചെയ്തു. അവർക്ക് ഇറാനിലെ എണ്ണയും സോവിയറ്റ് യൂണിയനിലേക്ക് പോകുന്ന സപ്ലൈ മാർഗങ്ങളും സുരക്ഷിതമാക്കേണ്ടതായിരുന്നു. ഈ സമ്മർദ്ദത്തിൽ റസാ ഷാ രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് മകനായ മുഹമ്മദ് റസാ ഷാ പഹ്ലവി രാജാവായി. പുതിയ ഷാ അധികാരം ഏറ്റപ്പോൾ ഇറാൻ വലിയ മാറ്റങ്ങളുടെ വഴിയിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലം അമേരിക്കയുമായുള്ള അടുത്ത ബന്ധവും അധികാര കേന്ദ്രീകൃത ഭരണവും കൊണ്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇത് പുതിയ ഇറാനിയൻ വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നായി മാറി. അലി ഖമനേയി ചെറുപ്പത്തിൽ തന്നെ മതപഠനത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്വാധീനത്തിൽ അദ്ദേഹം ഷിയ ഇസ്ലാമിക പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മഷദിലെ മതപാഠശാലകളിൽ പഠനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിദ്യാഭ്യാസ കേന്ദ്രമായ ഖോം നഗരത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം നിരവധി പ്രശസ്ത മതപണ്ഡിതന്മാരുടെ കീഴിൽ പഠിച്ചു. അവരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ആയത്തുള്ള റുഹുള്ള ഖൊമേനി. ഖൊമേനി ഒരു മതപണ്ഡിതൻ മാത്രമല്ലായിരുന്നു, അദ്ദേഹം ഷാ ഭരണകൂടത്തിൻ്റെ ശക്തനായ വിമർശകനുമായിരുന്നു. ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ വീണിരിക്കുകയാണ്. രാജ്യം വീണ്ടും ഇസ്ലാമിക മൂല്യങ്ങളിലേക്ക് മടങ്ങണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ ആശയങ്ങളിൽ യുവ വിദ്യാർത്ഥിയായിരുന്ന ഖൊമേനിയെ വളരെ സ്വാധീനിച്ചു. അദ്ദേഹം ഖൊമേനിയുടെ അനുയായികളിൽ ഒരാളായി മാറി. 1960കളിൽ ഇറാനിൽ വലിയ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായി. വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ നിരവധി സാമൂഹ്യ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ഭൂമി പരിഷ്കരണം, സ്ത്രീകൾക്ക് വോട്ടവകാശം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, വ്യാവസായിക വികസനം. പക്ഷേ ഈ മാറ്റങ്ങൾ പല മതപണ്ഡിതർക്കും ഇഷ്ടമായില്ല. അവർക്ക് തോന്നിയത് ഇത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെ തകർക്കുന്ന ശ്രമമാണ് എന്നായിരുന്നു. 1963 ഖൊമേനി ഷാ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രസംഗങ്ങൾ നടത്തി. അതിനെ തുടർന്ന് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇത് പിന്നീട് 1963 ജൂൺ പ്രക്ഷോഭങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. 1964 സർക്കാർ ഖൊമേനിയെ ഇറാനിൽ നിന്ന് നാടുകടത്തി. ആദ്യമായി അദ്ദേഹം തുർക്കിയിലേക്ക് അയക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഇറാഖിലെ നജഫ് നഗരത്തിലേക്ക് മാറി. അവിടെ നിന്ന് അദ്ദേഹം ഷാ ഭരണത്തിനെതിരായ തൻ്റെ പ്രചാരണങ്ങൾ തുടരുകയായിരുന്നു. ഈ കാലത്ത് തന്നെ അലി ഖമനേയി ഇറാനിൽ ഖൊമേനിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സജീവമായി പങ്കെടുത്തു. രഹസ്യ പ്രസംഗങ്ങൾ നടത്തി, പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി വിപ്ലവ ആശയങ്ങളിൽ യുവാക്കളിൽ പ്രചരിപ്പിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹം പലതവണ ഷാ ഭരണകൂടത്തിന്റെ രഹസ്യ പോലീസിന്റെ അറസ്റ്റിലായി. 1960കളും 70കളും കാലത്ത് ഖമേനിയെ നിരവധി തവണ അറസ്റ്റ് ചെയ്തു. ചില അവസരങ്ങളിൽ അദ്ദേഹം കഠിനമായ ചോദ്യം ചെയ്യലുകളും പീഡനങ്ങളും നേരിട്ടതായി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളെ കൂടുതൽ ശക്തമാക്കി. 1970കളുടെ അവസാനത്തിൽ ഇറാനിൽ ഷാ ഭരണത്തിനെതിരായ പ്രതിഷേധങ്ങൾ വ്യാപകമായി വളർന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ അഭാവം ഇവയെല്ലാം ചേർന്ന് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. ഈ പ്രക്ഷോഭങ്ങൾ പിന്നീട് 1979ലെ ഇറാനിയൻ വിപ്ലവമായി മാറി. 1970കളുടെ അവസാനത്തിൽ ഇറാനിൽ നടന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ അസ്ഥിരമായി മാറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, മതപണ്ഡിതർ, സാധാരണ ജനങ്ങൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ഷാ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. പ്രതിഷേധങ്ങൾ ശക്തമായി വളർന്നതോടെ രാജ്യത്ത് പലപ്പോഴും ഹിംസകളും സംഘർഷങ്ങളും ഉണ്ടായി. സർക്കാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും അതുകൊണ്ട് ജനങ്ങളുടെ കോപം കൂടി വന്നു. 1979 ജനുവരിയിൽ സ്ഥിതി നിയന്ത്രണാതീതമായി.
മുഹമ്മദ് റസാ ഷാ പഹലവി രാജ്യം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം ആദ്യം ഈജിപ്തിലേക്കും പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്കും മാറി. ഷാ രാജ്യം വിട്ടതോടെ ഇറാനിൽ അധികാരശൂന്യത രൂപപ്പെട്ടു. 1979 ഫെബ്രുവരി 1 ആയത്തുള്ള റുഹുള്ള ഖൊമേനി ഏകദേശം 15 വർഷത്തെ നാടുകടത്തലിന് ശേഷം ഇറാനിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ വരവ് ഒരു ചരിത്ര നിമിഷമായിരുന്നു. മില്യൺ കണക്കിന് ആളുകൾ ടെഹ്റാനിലെ തെരുവുകളിൽ അദ്ദേഹത്തെ വരവേൽക്കാൻ എത്തിയിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെട്ടു. 1979 ഏപ്രിൽ നടന്ന ജനഹിത പരിശോധനയിൽ രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആകണമെന്ന് ഭൂരിപക്ഷം ആളുകൾ പിന്തുണച്ചു. ഈ പുതിയ സംവിധാനത്തിൽ മതപണ്ഡിതർക്കാണ് പ്രധാന അധികാരം ലഭിച്ചത്. രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനമായി സുപ്രീം ലീഡർ എന്ന സ്ഥാനം സൃഷ്ടിക്കപ്പെട്ടു. ആദ്യത്തെ സുപ്രീം ലീഡറായി ആയത്തുള്ള ഖൊമേനി അധികാരമേറ്റു. വിപ്ലവത്തിന് ശേഷം അലി ഖമേനിയുടെ രാഷ്ട്രീയ ജീവിതം വേഗത്തിൽ മുന്നേറി. അദ്ദേഹം വിപ്ലവ കൗൺസിലിൻ്റെ അംഗമായി, പ്രതിരോധ വകുപ്പിൽ പ്രവർത്തിച്ചു, പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഖൊമേനിയുടെ വിശ്വസ്തരിൽ ഒരാളായി മാറി. 1981 ജൂൺ 27 ടെഹ്റാനിലെ അബുസർ മസ്ജിദിൽ ഖമേനി ഒരു പ്രസംഗത്തിനായി എത്തിയിരുന്നു. ഒരു ആക്രമി പത്രപ്രവർത്തകനായി നടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചു. അതിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ വലത് കൈ സ്ഥിരമായി കേടായി. എന്നാൽ അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അത് നടന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് 1981 അലി ഖമേനി ഇറാൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം 1981 മുതൽ 1989 വരെ ഇറാൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചു. ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ കാലമായിരുന്നു ഈ കാലഘട്ടം. 1980 ഇറാൻ ഒരു വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചു. ഇത് പിന്നീട് ഇറാൻ ഇറാഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ യുദ്ധം ഏകദേശം 8 വർഷം നീണ്ടു. ഇത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ യുദ്ധകാലത്താണ് അലി ഖമേനി ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അദ്ദേഹം പലപ്പോഴും സൈനികരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും യുദ്ധഭൂമിയിലേക്ക് സന്ദർശനം നടത്തുകയും ചെയ്തു. ഈ കാലത്തിന് അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി സ്ഥാനം ഉറപ്പിച്ചു. 1989 ഇറാൻ്റെ സുപ്രീം ലീഡറായിരുന്ന ആയത്തുള്ള റുഹുള്ള ഖൊമേനി അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഇറാനിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിച്ചു. ഇനി പുതിയ സുപ്രീം ലീഡർ ആരാകും എന്നതായിരുന്നു പ്രധാന ചോദ്യം. അന്നത്തെ സാഹചര്യത്തിൽ അലി ഖമേനി ഏറ്റവും സാധ്യതയുള്ള വ്യക്തിയായി ആദ്യം കരുതപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹം ഏറ്റവും ഉയർന്ന മതപദവിയിലുള്ള ആളായിരുന്നില്ല. മറ്റു ചില ശക്തമായ മതപണ്ഡിതന്മാരും സ്ഥാനാർത്ഥികളായിരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെയും മതപണ്ഡിതരുടെയും പിന്തുണയോടെ അലി ഖമേനി പുതിയ സുപ്രീം ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാനിലെ സുപ്രീം ലീഡർ രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനത്താണ്. അദ്ദേഹത്തിന് സൈന്യത്തിൻ്റെ പരമാധികാരം, നീതിന്യായ വ്യവസ്ഥയുടെ മേൽ സ്വാധീനം, മാധ്യമങ്ങളുടെ നിയന്ത്രണം, വിദേശ നയത്തിൽ വലിയ പങ്ക് എന്നിവയൊക്കെ ഉണ്ട്. ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാൾ പോലും കൂടുതൽ ശക്തിയുള്ളതാണ്. 1989 മുതൽ അലി ഖമേനി ഇറാൻ്റെ സുപ്രീം ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇറാൻ നിരവധി വലിയ സംഭവങ്ങൾ കണ്ടു. അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾ, ആണവ പരിപാടി സംബന്ധിച്ച വിവാദങ്ങൾ, ആഭ്യന്തര പ്രതിഷേധങ്ങൾ, മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ സ്വാധീനം എന്നിവ. അലി ഖമേനി ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 1981 ബോംബ് ആക്രമണത്തിൽ രക്ഷപ്പെട്ട ഒരു മതപണ്ഡിതൻ 4 പതിറ്റാണ്ടിലധികമായി ഇറാനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തനായ നേതാവായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വിപ്ലവം, യുദ്ധം, രാഷ്ട്രീയ തന്ത്രങ്ങൾ, അധികാര പോരാട്ടങ്ങൾ എന്നിവയുടെ കഥയാണ്.